പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരും ചേർന്ന് പറഞ്ഞേ ആമേൻ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ബന്ധന വിടുതൽ ശുശ്രൂഷയിലേക്ക്, ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിൽ ഈ അത്ഭുത അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് അനേകം പേര് അനുഗ്രഹിക്കപ്പെടുക. കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇന്നേ ദിനം പലവിധ അപകടങ്ങളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും കർത്താവ് നിങ്ങളെ ഇന്ന് പ്രത്യേകം ഈ പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് മാത്രം കർത്താവ് രക്ഷപ്പെടുത്തുന്നുണ്ട് എന്നൊരു വലിയ സന്ദേശം കിട്ടുകയാണ്. പ്രത്യേകിച്ച് യാത്രകളിലായിരിക്കുന്നവർ ഈ വചനം കേൾക്കുമ്പോൾ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ദൈവം സ്വർഗത്തിൻ്റെ സംരക്ഷണം നൽകുന്നു എന്ന് അച്ഛന് നിരന്തരം മെസ്സേജ് കിട്ടാറുണ്ട്. ഇന്ന് പ്രത്യേകമായ ഒരു മെസ്സേജ് അച്ഛന് ലഭിച്ചിരിക്കുന്നത് മരുന്ന് കഴിച്ചിട്ട് മാറാത്ത കാലിൻ്റെ വേദന, അതായത് ഇങ്ങനെ കാലിൻ്റെ മുട്ട് മുതൽ പാദം വരെയുള്ള വേദനകൾ, അതും കുത്തിയുള്ള വേദനകൾ. ഈ പ്രാർത്ഥന ഒരു 20 ദിവസം 3 നേരം മുടങ്ങാതെ കേട്ട് അതിനുശേഷം ഒന്ന് കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഒരു ഏകദിന ശുശ്രൂഷയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കർത്താവ് സൗഖ്യം കൊടുക്കുന്നു എന്ന് അതിശക്തമായ ഒരു മെസ്സേജ് ലഭിക്കുക. കർത്താവ് എന്നോട് പറയണ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കർത്താവ് ഈ സമയത്ത് തന്നെ വലത് തോളിലെ വേദന, അവിടെ കുറച്ച് എക്സോർസിസം ചെയ്ത കല്ലുപ്പ്, എക്സോർസിസം ചെയ്ത വെള്ളവും, ഇത് അല്പം ചൂടുവെള്ളത്തിലിട്ട് കുളിക്കുന്നതിന് മുൻപോ കുളിച്ചതിന് ശേഷമോ ആ തോള് ഭാഗത്ത്, വേദനയുള്ള ഭാഗത്ത് കഴുകാൻ വേണ്ടി കർത്താവ് പ്രേരിപ്പിക്കുന്നുണ്ട്. എക്സോർസിസം ചെയ്ത് നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു വൈദികൻ്റെ അടുത്ത് ചെന്ന് അല്പം കല്ലുപ്പോ വെള്ളമോ എക്സോർസിസ് അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ബന്ധിച്ച് തരാൻ വേണ്ടി പറഞ്ഞാൽ മതി. ഈ ദേവാലയത്തിൽ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും കല്ലുപ്പും വെള്ളവും വെഞ്ചരിച്ച് നൽകാൻ പോകുക. പ്രിയപ്പെട്ടവരെ, എക്സോർസിസം ചെയ്ത് നൽകാൻ പോകുക. അപ്പോൾ വളരെ പ്രയാസപ്പെട്ടാണെങ്കിൽ സാധിക്കുന്നവർ ഇവിടെ രാവിലെ 10 മണിക്ക് ശുശ്രൂഷയുണ്ട്, വൈകുന്നേരം 5 മണിക്കാണ് ഏറ്റവും വലിയ ശുശ്രൂഷ. അപ്പം അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി മുതൽ വെഞ്ചരിച്ച കല്ലുപ്പും വെഞ്ചരിച്ച വെള്ളവും, വേറെ സാധാ വെഞ്ചരിപ്പല്ല, അച്ഛനെ ലിയോ 14 പാപ്പ നൽകിയതും നമ്മുടെ മെത്രാൻ, എൻ്റെ മെത്രാൻ വർഗീസ് ചക്കാലക്കൽ പിതാവ് നൽകിയ ആ അധികാരം ഉപയോഗിച്ച് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ കൃപ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആ ഉപ്പും വെള്ളവും വെഞ്ചരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആവേ മരിയ. ആവേ മരിയ. ഇത് മാതാവിൻ്റെ പള്ളിയാണ്, ദൈവമാതാവിൻ്റെ പള്ളിയാണ്. മാതാവിൻ്റെ അതിശക്തമായ സാന്നിധ്യം ഈ ഡെലിവറൻസിന്റെ ശുശ്രൂഷയിലുണ്ട്. പറഞ്ഞേ ആവേ മരിയ, ആവേ മരിയ. ഓരോ ആവേ മരിയ എന്ന് പറയുമ്പോഴും യേശുവിൻ്റെ ഹൃദയം വളരെ സന്തോഷിക്കുന്നുണ്ട്. കാരണം തൻ്റെ അമ്മയെ വണങ്ങുന്നവരെ, തൻ്റെ അമ്മയെ സ്തുതിക്കുന്നവരെ ആ ഈശോ അനുഗ്രഹിക്കുമെന്ന അതിശക്തമായ വലിയ ഉറപ്പാണ് അച്ഛന് ലഭിക്കുന്നത്. എല്ലാവരും ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ബന്ധന വിടുതൽ കിട്ടാൻ വേണ്ടി പറഞ്ഞ് കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ, അങ്ങയുടെ നാമത്തിന്റെ ഈ ശുശ്രൂഷയിലൂടെ എന്നെ ബാധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും എന്റെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ കെട്ടുകളും പൂർണ്ണമായിട്ട് വിട്ടുമാറട്ടെ. നാരകീയ ശക്തികളെ, അന്ധകാര സേനകളെ
സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, നിങ്ങൾ ആര് തന്നെ ആയിരുന്നാലും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവായ യേശുവിന്റെ നാമത്തില് ഈ വൈദികന്റെ പൗരോഹിത്യത്തോട് ചേർന്ന് നിങ്ങളെ ഞങ്ങൾ ബന്ധിക്കുന്നു, നിങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു, നിങ്ങളെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് 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 ഡെലിവറൻസിന് വേണ്ടി ബാധകള്, തിന്മകള്, രോഗങ്ങള്, പ്രകൃതി വിരുദ്ധ ശക്തികള് എല്ലാം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ. സാത്താനെ, നിന്റെ സകല ശക്തികളും ഈ വചനം കേൾക്കുന്ന ദൈവമക്കളിൽ നിന്ന് വിട്ടുമാറാൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഓ സംഘവി ധാക്കുവീസ് കത്തുറീഷദൽ കോർദിജസു കൊമെസോർജന്തദല മിസരിക്കോർദെ പർനോയ് കോൺഫിദിയാമ ഇൻതേജസു. കർത്താവേ, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് പ്രത്യേകമാം വിധം തൊഴിലിൻ്റെ മേലുള്ള എല്ലാ കെട്ടുകളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ജോലി തടസ്സങ്ങള്, ജോലിയിൽ ഉയർച്ചയില്ല, ജോലി കിട്ടുന്നില്ല, ജോലിയിലെ പ്രയാസങ്ങള്, ജോലിയുടെ മേലുള്ള അസൂയകള്, അധ്വാനിച്ചിട്ട് ഫലമുണ്ടാകുന്നില്ല, എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു ഉപകാരമില്ല, എല്ലായ്പ്പോഴും നിരാശയും ക്ലേശങ്ങളും ശരീരവേദനകളും അസ്വസ്ഥതകളും അവ വിട്ടുമാറാൻ വചനം ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വചനം ഡെലിവറൻസിന്റെ വചനമാ. വേർഡ് ഓഫ് ഗാഡ് ഈസ് ജീസസാ. കർത്താവാണ് വചനം. അപ്പൊ വചനത്തെയാണ് നാം വചനം ഏറ്റുപറയുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവിനെയാണ് നാം ഏറ്റുപറയുന്നത്. ഈശോ പറഞ്ഞ്, ഈശോ 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 ഈശോ. ഇതിങ്ങനെ പറയുമ്പോ തന്നെ 10 പേരുടെ തൊഴിൽ മേഖലയിലെ തടസ്സങ്ങളും അവരുടെ മേലുള്ള ശത്രുക്കളും അവരുടെ തൊഴിലിൻ്റെ മേലുള്ള ശാപങ്ങളും അവരുടെ തൊഴിലിൻ്റെ മേലുള്ള അസൂയകളും അവരുടെ തൊഴിലിൻ്റെ മേലുള്ള കണ്ണുവെക്കലുകളും കർത്താവ് എടുത്തു മാറ്റിയതായിട്ട് വലിയ സന്ദേശം കിട്ടുക. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ 4:38 പറഞ്ഞേ. യോഹന്നാൻ 4:38 നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്. അവരുടെ അധ്വാനത്തിന്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. യോഹന്നാൻ 6:27 നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാൻ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. 1 കൊറിന്ത്യർ 4-ാം അധ്യായം 12-13 സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു. നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുന്നു. ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ഇപ്പോൾ ലോകത്തിന്റെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിനെയും ഉച്ഛിഷ്ടം പോലെയുമായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15:10 ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റുള്ളവരെക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. പ്രിയപ്പെട്ട മക്കളെ,
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടാനും സഹോദരങ്ങൾക്ക് ജോലി കിട്ടാനും സഹോദരിമാർക്ക് ജോലി കിട്ടാനും കുടുംബത്തിൻ്റെ കടങ്ങളും സാമ്പത്തിക ബന്ധനങ്ങളും ജോലി മേഖലയിലുള്ള തളർച്ചകളും തടസ്സങ്ങളും ബന്ധനങ്ങളും ശത്രുക്കളും പ്രത്യേകിച്ച് വിദേശത്തുള്ള മക്കളുടെ ജോലിയുടെ മേലുള്ള എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും കഠിന അധ്വാനങ്ങൾ ചെയ്തിട്ട് ഫലമുണ്ടാകാതെ വരുന്ന അവസ്ഥ അതെല്ലാം സമർപ്പിച്ച് വിടുതലിനായി വലതുകരം ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, പുതിയ ജോലി കിട്ടട്ടെ കർത്താവേ, ജോലിയുടെ തടസ്സങ്ങൾ മാറട്ടെ കർത്താവേ, അധ്വാനിച്ചിട്ട് ക്ലേശിച്ചിട്ടും ഫലമില്ലാത്ത അവസ്ഥകളെ ബന്ധിക്കപ്പെടട്ടെ കർത്താവേ, ശാസിക്കപ്പെടട്ടെ കർത്താവേ. ഈ മക്കളുടെ ജോലിയുടെ മേലുള്ള സ്ഥാപനത്തിന് മേലുള്ള എല്ലാ ശത്രുദോഷങ്ങളും നിർവീര്യമായി പോകട്ടെ. നാരകീയ ശക്തികള് അന്ധകാര സേനകള് നിർവീര്യമായി പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്ഭുതകരമായ വിടുതൽ കിട്ടട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നാൽ ഇന്ന് ഡെലിവറൻസിൻ്റെ ഈ ശുശ്രൂഷയുടെ കേന്ദ്രബിന്ദുവായ വചനം ഇന്ന് കർത്താവ് നമ്മൾക്ക് പിശാച് ബഹിഷ്കരണത്തിനായി നൽകിയിരിക്കുന്നത് സങ്കീർത്തനം 40-ാം അധ്യായം 1-2 തിരുവചനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഇന്നേ ദിനം പല ആവർത്തി ഏറ്റുപറയുക. അപ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്ന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന്, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, നിങ്ങളുടെ യാത്രകളിൽ നിന്ന്, നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്ന് ഇതാ സാത്താൻ വിട്ടുപോകുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, നിരാശപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന, ഒറ്റപ്പെടുത്തുന്ന എല്ലാ പ്രകൃതി വിരുദ്ധ ശക്തികൾ ബഹിഷ്കരിക്കപ്പെടുന്നത് ഈ വചനം ചൊല്ലുമ്പോൾ തന്നെ അനവധിയായ ദുർഭൂതങ്ങളും ദുരാത്മാക്കളും ദുഷ്ടാരൂപികളും ശാപങ്ങളും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുകയാണ്. വചനം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. സങ്കീർത്തനം 40:1-2. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായിച്ച് എൻ്റെ നിലവിളി കേട്ടു. ഭീകരമായ ഗർത്തത്തിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. പ്രിയപ്പെട്ടവരെ, കടബാധ്യതകൾ മൂലം വേദനിക്കുന്നവര്, വസ്തുവിൻ്റെ കച്ചവടം നടക്കാത്തത് മൂലം വേദനിക്കുന്നവര്, അതിൽ നല്ല ജോലി കിട്ടാതെ അത് തടസ്സപ്പെട്ട് കിടക്കുന്നവര്, വിദേശത്തേക്ക് പോകാനായിട്ട് കൊടുത്ത പണം ഇങ്ങനെ ലഭിക്കാതെ കിടക്കുന്നവര്, പല ജോലികളും ചുണ്ടിനും കപ്പിനും ഇടയിലെത്തി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകള്, അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥകള്, അവർക്കെല്ലാം വേണ്ടിയാണ് കർത്താവ് വചനം നൽകിയത്. ഈ വചനം ഏറ്റുപറയുകയും ഈ പ്രാർത്ഥന കേൾക്കുകയും സാധ്യമാകുന്ന ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയിലും സാധിക്കുമ്പോഴൊക്കെ ഒരു ജോലിക്ക് വേണ്ടി ഒരു തുറന്ന കുമ്പസാരം നടത്തുകയും ചെയ്താൽ കർത്താവ് നിങ്ങളുടെ നിലവിളി കേൾക്കുമെന്നുള്ള അതിശക്തമായ ഉറപ്പാണ് ഇന്ന് ഇതിലൂടെ ലഭിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും ഭക്തിയോടെ, എളിമയോടെ, വിശ്വാസത്തോടെ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ഏറ്റവും വിശ്വാസത്തോടെ വേണം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവമേ, അജയനായ ഉൽപാദക, പരാജയത്തിന് അതീതനായ സാമ്രാജ്യത്തിന്റെ രാജാവേ, സദാ മഹാവിജയം തേടുന്ന ജേതാവേ, അങ്ങ് ദുഷ്ടശക്തികളെ തകർക്കുന്നു, പാഞ്ഞു നടക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു, ശത്രുവിന്റെ സകല ദുഷ്ടതകളെ ശക്തിയോടെ എതിരിടുന്നു. ദൈവമേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിൽ നിന്ന് തിന്മയുടെ എല്ലാ രൂപികളെയും, ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെയും, ശാപങ്ങളെയും, കടങ്ങളെയും, ബന്ധനങ്ങളെയും അത്ഭുതകരമായി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പൗരോഹിത്യം ഉപയോഗിച്ച് ഞാൻ അവയെല്ലാം ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Deus et Pater Domini nostri Jesu Christi invocio nomen sanctum tuum. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായ ദൈവമേ, ഞാൻ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്നു. Clementium tuum superlex exposto ud adermos huc et onem immundum spiritu qui vetas hac
പ്ലാസ്മ തൂഫും. ഹല്ലേലൂയ. സ്തുതിച്ച് അങ്ങയുടെ കരുണയ്ക്കായി വിനയപൂർവ്വം യാചിക്കുന്നു. അങ്ങയുടെ ഈ സൃഷ്ടിയെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഈ അശുദ്ധാത്മാവിനെ എല്ലാ അശുദ്ധാത്മാക്കൾക്കും എതിരായി എനിക്ക് അങ്ങയുടെ സഹായം നൽകണമേ, ഈ മക്കൾക്ക് കൊടുക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ ഓനം സ്പിരിത്തു കി വോസ്താസ് ഹോക് പ്ലസ്മോസ്തും മികി ഓക്സിലിയം പ്രസ്താരെ ദിദേരിയുസ് പെർ യും ദം ഡോമിനി. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ, അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെർ എൗദ്യം ഡോമിനു. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പെർ യോതും ഡോമിനു. കർത്താവായ യേശുവിന്റെ നാമത്തില് പെർ എൗദ്യം ഡോമിനും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ, അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. ഇന്ന് സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സാധിക്കുന്ന മക്കളെ എല്ലാവരെയും കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്ന്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ച് അവിടെ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവരും. ഇവിടുത്തെ വലിയ പള്ളിയാ, അമ്മ പള്ളിയാ. മലബാറിന് മാത്രമല്ല, കേരളത്തിൻ്റെ, ഇന്ത്യയുടെ റോമൻ കത്തോലിക്ക സഭയുടെ അമ്മ പള്ളിയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരെയും ഈ വലിയ കത്തീഡ്രൽ പള്ളിയിലേക്ക്, ഈ അത്ഭുത പള്ളിയിലേക്ക് അച്ഛൻ സ്വാഗതം ചെയ്യാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ. രണ്ടാമത്, നിങ്ങൾ അച്ഛൻ്റെ താമസിച്ചുള്ള ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിശാച് ബഹിഷ്കരണ പ്രാർത്ഥനയാണ്. തുടക്കം മുതൽ ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് ബന്ധനം അഴിയട്ടെ, കേട്ടുകൾ പൊട്ടട്ടെ, സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടിത്തകർന്നു പോകട്ടെ. ഇങ്ങനെ പാടി 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 പ്രാർത്ഥിച്ചും ലത്തീനിലും ഇറ്റാലിയനിലും ഇംഗ്ലീഷിലും മലയാളത്തിലും പിശാച് ബഹിഷ്കരണ പ്രാർത്ഥനകൾ പല ആവർത്തി ചൊല്ലി നമ്മുടെ മേല് അഴിയാതെ കിടക്കുന്ന ദുർബോധങ്ങളെയും അഴിയാതെ കിടക്കുന്ന ദുരാത്മാക്കളെയും അഴിയാതെ കിടക്കുന്ന കെട്ടുകളെയും ബന്ധിക്കുന്ന ശുശ്രൂഷയാണ്. ഇതിൽ പങ്കെടുക്കുന്ന മക്കളെല്ലാം ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞവരെയും ചൊല്ലി ആ ധ്യാനത്തിന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കണം. സെപ്റ്റംബർ 18 മുതൽ 21 ഉച്ചവരെയാണ് ആ ശുശ്രൂഷ നടക്കുന്നത്. നവജ്യോതിസ് റിന്യൂവൽ സെന്ററിലാണ്, കോഴിക്കോട് മിനി ബൈപ്പാസ് റോഡിലാണ് അതുള്ളത്. സെന്റ് സേവിയേഴ്സ് കോളേജിനോട് ചേർന്നാണ് നവജ്യോതിസ് റിന്യൂവൽ സെന്റർ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പറഞ്ഞേ ആമേൻ, 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 ആമേൻ.